ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സിനെ പറ്റി, അതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു വാർത്തയാണ്, നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ളൊരു വാർത്തയാണ്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, അല്ലെങ്കിൽ ഗ്യാസ് ലീക്കായി, അപ്പാർട്ട്മെൻറ്റ് തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ ഗ്യാസ് ഗോഡൗണിന് തീപിടുത്തം ഉണ്ടായി, അല്ലെങ്കിൽ ഏതൊരു ഹോട്ടലിന് തീപിടുത്തം ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടം എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഈ ഗ്യാസ് ലീക്കായിട്ട് ഉണ്ടാകുന്ന ഒരു അപകടത്തിന്, അല്ലെങ്കിൽ ആ ഒരു തീപിടുത്തം ഉണ്ടാകുന്നതും അങ്ങനെയുള്ള ഒരു അപകടത്തിന് നമുക്ക് എത്രത്തോളം നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതിന് വേണ്ട ഒരു സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആണ് എൻ്റെ ഈ ഫ്രണ്ട് ഇരിക്കുന്നത്. കാരണം ഈ ഒരു സാധനം കൊണ്ട് 100% ഈ എന്താ പറയുന്നത്, നമ്മൾ ഈ തീപിടുത്തം ഇല്ലാതാക്കുക എന്നല്ല, ആ ഒരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി മെത്തേഡാണ് ഇതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്നുള്ളതും നമുക്കൊന്ന് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഇരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഈ ഇരിക്കുന്നതാണ്, ഇതിൻ്റെ ഒരു കൺട്രോൾ പാനലാണ്. ഈ പാനലിനകത്ത് കുറച്ച് ബോർഡും കാര്യങ്ങളും അതെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ ഇരിക്കുന്ന ഈ എക്യുപ്മെൻറ്റ്സ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു കൺട്രോൾ പാനലാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു സൈറനാണ്. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്യാസ് ലീക്ക് ഉണ്ടാകുമ്പോൾ ഈ ഗ്യാസിനെ സെൻസ് ചെയ്തിട്ട് അലാറം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന സാധനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സാധനം, ഈ ഇരിക്കുന്ന 3 സാധനങ്ങളാണ് നമ്മൾ ഈ LPG ഗ്യാസ് വഴി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളും കാര്യങ്ങളെ നമുക്ക് ഒരു പരിമിതി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് അതിന് വേണ്ട ഒരു സെക്യൂരിറ്റി അലേർട്ട് തരാനായിട്ടുള്ള ഒരു സാധനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഈ ഇരിക്കുന്നത്. അപ്പം നമുക്കിനി ഈ സാധനങ്ങൾ എങ്ങനെയാണ് ഇത് വർക്കാവുന്നതെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്നും എല്ലാം ഒന്ന് കണക്ട് ചെയ്യുന്നതും ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 3 കേബിൾ. ഇപ്പോൾ ഈ 3 കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വേണ്ടത് 4 കോർ കേബിളാണ്. അപ്പോൾ അത് നമ്മുടെ 4 കോർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 കോറിൻ്റെ 2 കേബിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹൂട്ടർ കണക്ട് ചെയ്യാനായിട്ട് ഒരു കേബിൾ. പിന്നെ ഈ പാനലിന് ഒരു പവർ സപ്ലൈ. അതിനായിട്ട് നമുക്ക് സിംഗിൾ ഫേസ് പവർ സപ്ലൈ ആണ് നമുക്കിതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിസ്റ്റം എല്ലാം നമുക്കൊന്ന് കണക്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്യാസ് ലീക്കേജ് ഡിറ്റക്ടറാണിത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് ലീക്ക് ആകുമ്പോൾ ഒരു LED ബൾബ് കത്തും, പവർ ഓൺ ആകുമ്പോൾ ഒരു LED ബൾബ് കാര്യങ്ങളെല്ലാം കത്തും. അത് നമുക്ക് ഇതിന് പവർ കൊടുത്തതിന് ശേഷം നമുക്കത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് വരുന്ന 4 വയറാണ് വരുന്നത്. ഒരു റെഡ്, ബ്ലാക്ക്, പിന്നെ ഒരു യെല്ലോ, ഒരു ഗ്രീൻ, 4 വയറാണ് വരുന്നത്. ഇതിനകത്ത് റെഡും ബ്ലാക്കും എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ ആണ്. ഇത് ഗ്രീനും യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ പാനലിനകത്ത് സോൺ 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഓരോ കണക്ഷൻസ് വരുന്നത്. ഓരോ ഡിറ്റക്ടറിനും ഓരോ സോൺ വൈസ് ആണ് വരുന്നത്. നമ്മുടെ ഈ പാനലിനകത്തായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ്ടോ, ഈ പാനലിനകത്ത് സോൺ 1, 2, 3, 4 ഇതിനകത്ത് ഇങ്ങനെ ഓരോ സോൺ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കേബിളും കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പാനലിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഡിറ്റക്ടറിൻ്റെ റെഡ്, ഇത് പവറാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഞാൻ നേരത്തെ കേബിളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് അടിച്ചു വിടാം. കാരണം പവർ വരുന്നതല്ലേ, ചിലപ്പോൾ അങ്ങോട്ട് തട്ടി കറണ്ട് അടിക്കണ്ട. അപ്പം നമ്മൾ റെഡ് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ബ്ലാക്ക് കേബിളും നമ്മൾ കണക്ട് ചെയ്ത് ഇപ്പോൾ ഇത് പവറിനുള്ള കേബിളായി. അടുത്തത് നമുക്ക് ഇതിൻ്റെ സോണിലേക്കുള്ള കേബിളാണ്. ഇപ്പോൾ ഈ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന സ്കിന്നൗട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ കേബിൾ അതേപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് പാനലിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ LPG ഡിറ്റക്ടറിൻ്റെ സോണിലേക്കുള്ള കേബിളും നമ്മുടെ പവർ സപ്ലൈക്കുള്ള കേബിളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് പാനലിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമുക്കുള്ളത് നമ്മുടെ ഹൂട്ടറാണ്. ഇതൊരു ക്ലിപ്പ് ടൈപ്പാണ്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഓപ്പണായി വരും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിരുന്ന സ്കിന്നൗട്ട് ചെയ്ത് നമ്മുടെ കേബിൾ കൊണ്ടുവന്ന് നമുക്ക് ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇതാണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് പോസിറ്റീവ്, പുറത്തത് നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് നമ്മുടെ ഈ കേബിൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം എല്ലാ കേബിളിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനലിനകത്ത് ഇവനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് കുറേ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത്
ആദ്യമായിട്ട് നമുക്ക് ഈ ആദ്യം നമ്മൾ കണ്ട LPG ഡിറ്റക്ടറിൻ്റെ സോണ് അതിൻ്റെ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു ചെറിയ ഓപ്പണിങ്ങിനുള്ള ഇതുകൊണ്ട് ഒരു ഡെമ്മി ക്യാപ്പ് ഇട്ട് അടച്ചു വെച്ചേക്കാം അവർ. അപ്പോൾ ഇത് നമുക്ക് എടുത്തതിന് ശേഷം സോൺ 1 നമ്മളിത് കണക്ട് ചെയ്യാം. ഇതിനകത്ത് പ്ലസും മൈനസും ഉണ്ട്. ഇപ്പം പ്ലസ്സിനകത്ത് നമ്മൾ റെഡ് കണക്ട് ചെയ്ത് ബ്ലാക്ക് നമ്മൾ നെഗറ്റീവിനകത്തും കണക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മുടെ സോണിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ എന്താ പറയുന്നത് ഈ ഡിറ്റക്ടറിൻ്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ആ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാനലിനകത്ത് തന്നെ ഒരു 24 വോൾട്ട് എന്ന് പറഞ്ഞാൽ ആ 24 വോൾട്ട് DC ആണ്. നമ്മുടെ ഒരിക്കലും AC പവർ സിംഗിൾ ഫേസ് AC പവർ സപ്ലൈക്കകത്ത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഡിവൈസ് കത്തിപ്പോകുന്നത്. 24 വോൾട്ട് പ്ലസ് മൈനസ് ഉണ്ട്. അപ്പം പ്ലസ്സിനകത്ത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ റെഡ് കണക്ട് ചെയ്ത് അതേപോലെ തന്നെ മൈനസിനകത്ത് കൊണ്ട് ബ്ലാക്കും കണക്ട് ചെയ്യുക. ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഈ ഹൂട്ടറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. ഈ കേബിൾ കൊണ്ടുപോയിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഹൂട്ടർ കൊടുക്കാനായിട്ടൊരു കണക്ഷൻ സ്പോട്ട് ഉണ്ട്. ഇതിനകത്ത് ഹൂട്ടർ 24 വോൾട്ട് അതും DC ആണ്. ഇത് ഒരിക്കലും AC-ക്കകത്ത് കൊടുക്കാൻ പാടില്ല. സൈറൻ ഇതിനകത്ത് ഹൂട്ടർ 24 വോൾട്ട് നമ്മുടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക LPG ഡിറ്റക്ടറിൻ്റെ ഹൂട്ടറിൻ്റെ എല്ലാം കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പാനലിനകത്ത് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ സിസ്റ്റം എല്ലാം ഓൺ ആക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ പാനലിലേക്കുള്ള മെയിൻ നമുക്കൊരു പവർ സപ്ലൈ അത് നമുക്ക് നമ്മുടെ AC സിംഗിൾ ഫേസ് പവർ സപ്ലൈ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട് ലൈൻ AC 220 വോൾട്ട് നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നേരെ നമുക്ക് ലൈന് ന്യൂട്രൽ അതിനകത്ത് ലൈനിനകത്ത് നമുക്ക് റെഡ് കൊടുക്കുക, ന്യൂട്രലിനകത്ത് എന്താ നമ്മുടെ ബ്ലാക്ക് കേബിളും കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ സിസ്റ്റം എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നതാണ്ട് നമ്മുടെ പാനലിൻ്റെ മെയിൻ പവറാണ്. ഇപ്പോൾ നമ്മൾ വേണ്ട ഒരു സ്വിച്ച് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ AC പവർ നമ്മൾ കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് ഐശ്വര്യമായിട്ട് ഇതിനകത്തോട്ട് കുത്താം. ഇപ്പോൾ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാനലോ ഓൺ ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്ത് വേണ്ട ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് പാനലിനകത്ത്. കണ്ടോ ഓഫ് ഓൺ എന്നും പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. അപ്പം ഇത് നമുക്ക് കഴിയുമ്പോഴത്തേക്ക് വേണ്ട പാനലിനകത്ത് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടോ കുറേ ലൈറ്റും കാര്യങ്ങളും ചാർജിങ്ങിൻ്റെ സിസ്റ്റം ഓൺ ഡിറ്റക്ടർ 1 2 3 4 എന്ന് പറഞ്ഞുള്ള അതിൻ്റെ ഓൺ ഓഫ് അതിൻ്റെ ഇതെല്ലാം കത്താൻ തുടങ്ങി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ഡിറ്റക്ടറിനകത്ത് പവർ വന്നു കഴിയുമ്പോഴത്തേക്ക് കണ്ട ഒരു പച്ച കളറിലെ ഒരു LED കത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ പവർ വന്നെന്നുള്ളതാണ്. ഇപ്പോൾ സിസ്റ്റം നമ്മൾ ചെയ്തത് കറക്റ്റാണ്. ഇപ്പോൾ ഇതിനകത്ത് പവർ വരാൻ തുടങ്ങിയതാണ് നമുക്ക് അതിൻ്റെ ഇത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് ഇനി LPG ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ ഇത് വർക്കാവില്ലെന്ന് നോക്കണ്ടായോ. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നമുക്ക് LPG വിട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ചെറിയൊരു ലൈറ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാവരും വീട്ടിലൊക്കെ കാണും. ഇതേപോലെ ചെറിയ ലൈറ്റർ കാണും. അപ്പോൾ ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാനാണ്. ഇപ്പോൾ എൻ്റെ ഇവിടെ സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് നോക്കുന്നത്. ഇതാണ് ഈ താഴെ ഇരിക്കുന്ന ചെറിയൊരു കുറ്റിമാരൊരു സാധനം കണ്ടോ. ഇതിനകത്തേക്കൂടാണ് നമ്മുടെ LPG സെൻസ് ആവുന്നത്. ഇതിനകത്തോട്ട് സെൻസ് ആയിട്ടാണ് ഇതിനകത്താണ് ഇതിൻ്റെ സെൻസർ ഇരിക്കുന്നത്. അപ്പോൾ ഇത് സെൻസ് ആയിട്ടാണ് നമ്മൾ ഈ പാനലിലേക്ക് ഇതിൻ്റെ കമാൻഡ് പോകുന്നതും ഇതിനെ അലേർട്ട് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് LPG നമ്മുടെ ഇതിനകത്ത് വരുന്ന സെയിം ഗ്യാസ് ആണല്ലോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് അതുകൊണ്ട് ഇതിനകത്ത് ഈ LPG നമുക്ക് ഈ ഗ്യാസ് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് വിട്ടിട്ട് ഇത് വർക്കാവൂല്ലോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സാധനം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ്ടോ ലൈറ്ററെല്ലാം ഫങ്ഷനിങ് ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് തീ കത്തിക്കണ്ട, ജസ്റ്റ് നമുക്ക് ഗ്യാസ് പുറത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതാണ്ട് ആ ഗ്യാസ് സെൻസ് ചെയ്യുന്ന സെൻസറിൻ്റെ അടുത്തോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഇതങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ LPG അത് ഡിറ്റക്ടർ സെൻസായിട്ട് പാനലിനകത്ത് കമാൻഡ് പോയി നേരെ നമുക്ക് സൈറനടിക്കാൻ തുടങ്ങി. അപ്പം ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് എവിടെ നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി ഒരു ഷോപ്പിലാണെങ്കിലും ശരി അത് ഈ LPG യൂസ് ചെയ്യുന്ന ഏത് സ്ഥലത്താണെങ്കിലും ശരി ഒരു LPG ലീക്കായിട്ട് ഒരു തീപിടുത്തം ഉണ്ടാകുമോ അല്ലെങ്കിൽ കാരണം ഒരാളകത്തുള്ളപ്പോഴാണെങ്കിൽ ശരി അതിനകത്ത് ഒരിക്കലും സ്റ്റക്ക് ആവത്തില്ല. കാരണം ഈ ഒരു സൈറൻ വരുന്നതിന് ഇപ്പോൾ അവർക്കറിയാം ഈ ഒരു സിസ്റ്റം എന്തിനാണ് വെച്ചത്, ഈ ഒരു സൈറൻ എന്തിനാണ് അടിക്കുന്നതെന്നുള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥലത്തു നിന്ന് അവർക്ക് എസ്കേപ്പ് ആവാനും ആൾക്കാർക്ക് ഇഞ്ചുറി ഉണ്ടാകാതെയും വലിയ നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ നമുക്ക് ആ ഒരു ഹസാർഡിനെ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് അതിനെ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ഇത് ഒന്നും കൂടെ ഞാനിന്ന് ആക്ടിവേഷൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ആക്ടിവേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പാനലിനകത്തും കാണിക്കും നമുക്കിത് എവിടെയാണ് ആക്ടിവേഷൻ. കാരണം ഇപ്പോൾ എനിക്കിത് പറഞ്ഞുതരാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് കാരണം നമുക്കിത് ആക്ടിവേഷൻ ആകുമ്പോഴത്തേക്ക് നല്ല സൗണ്ട് ആയിരിക്കും. ഇതിപ്പോൾ ഏതാണ്ട് ഒന്നും കൂടെ ആക്ടിവേഷൻ ചെയ്യുകയാണ്. നമ്മുടെ LPG നമ്മുടെ ലൈറ്റർ ഓണാക്കി ഇതിനകത്ത് ഗ്യാസ് വിടുകയാണ്. കണ്ടോ ആക്ടിവേഷനായി.
ആക്ടിവേഷൻ ആയി കഴിയുമ്പോൾ ഗ്യാസ് ലീക്ക് ആയെന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് റീസെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് സംഭവം ഓഫായി, പാനൽ റീസെറ്റായി, സിസ്റ്റം ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഡിറ്റക്ടറിന് നമുക്ക് ഏകദേശം ഒരു 10,000-8,000 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. ഇതെല്ലാം ഒരു ഹൂട്ടറിനാണെന്നുണ്ടെങ്കിൽ 700 രൂപ 750 രൂപ. ഇതെല്ലാം ഒരു പാനലിനാണെന്നുണ്ടെങ്കിൽ ഒരു 2,500 രൂപ 3,000 രൂപ തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ഓക്കെ, ബൈ.